ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു പെർഫെക്റ്റ് റെസിപ്പി. ഇത് വയറ് നിറയെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ സലാഡാണ് കേട്ടോ. ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ. ആദ്യം കുറച്ച് ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇത് സലാഡിന് നല്ലൊരു ക്രഞ്ചി ഫീൽ തരും. ഒപ്പം കലോറിയും വളരെ കുറവാണ്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി 2 കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. കുക്കുംബർ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ വളരെ നല്ലതാണ്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി ഒരു ചുമന്ന ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതിനെ പകുതി കട്ട് ചെയ്ത ശേഷം ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി ഒരു സബോള എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി ചെറിയ തക്കാളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2ആയി മുറിച്ചെടുക്കാം. ഇത് സലാഡിന് നല്ല കളറും വിറ്റാമിൻ സിയും നൽകുന്നു. ഇത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്. ഡയറ്റ് ചെയ്യുന്നവർ നിർബന്ധമായും കഴിക്കേണ്ട ഒന്നാണ് അവക്കാഡോ. ഇതിൻ്റെ തൊലിയും കുരുവും കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇത് കഴിച്ചാൽ വയറ് നിറഞ്ഞ പോലെ തോന്നും. പെട്ടെന്ന് വിശക്കില്ല കേട്ടോ. ഇനി ഇത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇത്രയും ബ്ലാക്ക് ഒലിവ് എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫെറ്റ ചീസ് എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രസ്സിംഗ് തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓർഗാനോ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പകുതി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഈ ഡ്രസ്സിങ് അരിഞ്ഞു വെച്ച പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്താൽ നമ്മുടെ സൂപ്പർ സലാഡ് റെഡി ആയിട്ടുണ്ട്. വയറ് നിറയെ കഴിക്കാൻ പറ്റിയ ഈ ഹെൽത്തി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.